ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ വല്യച്ഛൻ ഹരീഷിനോട് പറയുന്നുണ്ട്, എന്തോ നീ പറഞ്ഞു നിൻ്റെ ഏട്ടൻ്റെ കല്യാണം എൻ്റെ സുനന്ദ മോളുടെ കല്യാണത്തിൻ്റെ മുന്നേ നടത്തി കൊടുക്കുന്നു, ഇപ്പം എന്തായി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷിന് ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം വന്നിട്ട് വല്യച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങളെ സുനന്ദയുടെ കല്യാണം എങ്ങനെ നടന്നതെന്നൊക്കെ ഞാൻ ആൾക്കാരുടെ മുന്നിൽ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ആകെ എല്ലാവരുടെ മുന്നിൽ നാണം കെടും, വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട, ഞങ്ങളുടെ അവതാരം കൊണ്ട് മാത്രമാണ് സുനന്ദയുടെ കല്യാണം നടന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വല്യച്ഛൻ മുണ്ടാതെ എല്ലാവരും പേടിച്ചിട്ട് മുണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ സുധീഷ് വന്നിട്ട് ഹരീഷിനെ വിളിച്ച് കൊണ്ടുപോകാൻ വരുന്നുണ്ട് വീട്ടിലേക്ക്. വേഗം ചെല്ലണമല്ലോ, ഏട്ടനാണെങ്കിൽ വല്ലാതെ വിഷമിച്ചിരിക്കുകയല്ലേ നമ്മുടെ സുഭാഷ് ഏട്ടൻ, അതുകൊണ്ട് വേഗം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. കാറിൽ കയറി പോണ സമയത്ത് സുധീഷ് ഹരീഷിനോട് പറയുന്നുണ്ട്, എന്തായാലും എനിക്കൊരു സമാധാനമുണ്ട്, എന്ത് വിഷമം വന്നാലും നിധി എന്നെ വിളിക്കുന്നുണ്ട്, അത് വിചാരിച്ചിട്ട് എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് ഏട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് വിഷമമില്ലാഞ്ഞിട്ട് അല്ലാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ ചോദിക്കുന്നത് നമ്മുടെ ഹരീഷ് ചോദിക്കേണ്ടത്, എന്താണ് കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇരിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അത് നമുക്ക് എല്ലാവർക്കുള്ള ബിരിയാണിയാണ്, ഏട്ടൻ വിഷമിച്ചിരിക്കുകയല്ലേ, അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് എല്ലാവരും സന്തോഷിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും വീട്ടിലെത്തിയിട്ട് നമ്മുടെ നിധി ബിരിയാണിയൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരനും വരുന്നുണ്ട്, ഭാസ്കരനൊപ്പം ഇരുന്ന് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് നികേഷിൻ്റെ ചെവിയിൽ പറയുന്നുണ്ട്, നമുക്ക് ഡാൻസ് കളിച്ചിട്ട് നമുക്ക് ഏട്ടനെ സന്തോഷിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷിനെ വലിച്ചു കൊണ്ടുപോയിട്ട് മൂന്നാളും കളിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടന് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് അതിൻ്റെ ഇടയിൽ ഭാസ്കരനും കയറി ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടനും നിധിയും കൂടി ചിരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.